സർ, ഈ അങ്കമാലി എരുമേലി ശബരിപാതയുണ്ടല്ലോ, അത് എങ്ങും എത്താത്ത സ്ഥിതിയിലാണല്ലോ. പലപ്പോഴും സംസ്ഥാനത്തിന് കേന്ദ്രം പണം കൊടുക്കുന്നില്ല എന്നുള്ള ഒരു നിലപാട് പലപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ ഇത് ഏകദേശം 282 കോടി രൂപ ഭൂമി ഏറ്റെടുക്കുന്നതിനായിട്ട് നൽകിയിട്ടും അതൊരു വല്ലാത്ത സ്ഥിതി തന്നെയാണ് കിടക്കുന്നത്. ഈ 111 കിലോമീറ്ററാണ് ഉള്ളത് അങ്കമാലിയിൽ നിന്ന് എരുമേലി വരെയുള്ളത്. ആ ശബരിപാത 1997-98 റെയിൽവേ ബജറ്റിലാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. ആദ്യം കോൺഗ്രസ് ആണ് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് 1/4 നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ്. ഇത് നല്ലപോലെ കിടന്നിഴഞ്ഞതാണ്. ഈ ശബരി റെയിൽപാത, ശബരി എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്, ശബരിമലയിലേക്കുള്ളത് എന്നുള്ളതാണ്. പക്ഷേ എരുമേലിയിൽ നിന്ന് പിന്നെയും പോകണം ശബരിമലയ്ക്ക്. 50 കിലോമീറ്റർ ബാക്കി നിൽക്കുകയാണ്. ഇപ്പോൾ വരുന്ന തീർത്ഥാടകരൊക്കെ പിന്നെ ശബരിമലയിലെ പ്രാധാന്യം തന്നെ എരുമേലിക്കുണ്ടല്ലോ. ശബരിമല എരുമേലി തമ്മിൽ വലിയ ബന്ധമാണ്. ശബരിമല, എരുമേലി, പന്തളം. അപ്പോൾ അതുകൊണ്ടാണ് എരുമേലിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഈ ശബരി റെയിൽപാത എന്ന് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അത് തീർത്ഥാടന കാലത്തായിരിക്കും അത് കൂടുതലായിട്ട് വരിക, അവിടെ ഉണ്ടാവുക. പക്ഷേ അതിനേക്കാൾ ഉപരി ഈ പാത ആ മധ്യ കേരളത്തിൽ വലിയൊരു മാറ്റമുണ്ടാക്കും. ഇത് കടന്നു പോകുന്നത് 14 സ്റ്റേഷനുകളാണ് വരുന്നത്. അങ്കമാലിയിൽ നിന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ കാലടി വളരെ പ്രധാനമാണ്. കാലടി ശ്രീശങ്കരൻ്റെ നാട്. അവിടെ പിന്നെ അതുവഴി ട്രെയിൻ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കാലടിക്ക് ഇനിയും വളരെയധികം വളർച്ചയുണ്ടാകും. പെരുമ്പാവൂര്, ഓടക്കാലി, കോതമംഗലം, മൂവാറ്റുപുഴ, വാഴക്കുളം, തൊടുപുഴ, കരിങ്കുന്നം, രാമപുരം, ഭരണങ്ങാനം, ചെമ്മാലമറ്റം, കാഞ്ഞിരപ്പള്ളി, എരുമേലി, ഇത്രയുമാണ് പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എരുമേലിയിൽ നിന്ന് പിന്നെ 50 കിലോമീറ്റർ ഉണ്ട്. ഇനിയിപ്പോൾ വിമാനത്താവളം വരുന്നുണ്ട്. അത് എരുമേലിക്ക് സമീപമാണ്. ചെറുവള്ളി എസ്റ്റേറ്റിൽ 2350 ഏക്കറാണ്. അതിൻ്റെ കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. അതും ശബരിമല വിമാനത്താവളം എന്നാണ് കൊടുത്തിരിക്കുന്നത്. വിമാനത്താവളം എന്തായാലും അവിടെ പറ്റുകയുള്ളൂ. അവിടെ നിന്ന് പിന്നീട് പിന്നെ റോഡ് മാർഗമേ പമ്പയിലേക്കും മറ്റും പോകാൻ സാധിക്കുകയുള്ളൂ. ഇതിനകത്ത് ഈ മധ്യകേരളത്തിലെ 14 പട്ടണങ്ങൾക്കാണ് ഈ ട്രെയിൻ യാത്രാ സൗകര്യം ഈ ശബരി റെയിൽപാതയിലൂടെ ഉണ്ടാകുന്നത്. അത് ഇടുക്കി ജില്ലയിലേക്കുള്ള ആദ്യ റെയിൽപാത എന്ന് വേണമെങ്കിൽ പറയാം. അങ്കമാലി മുതൽ കാലടി വരെയുള്ള 8 കിലോമീറ്റർ പാത വരെ മാത്രമാണ് ഇതുവരെ നിർമ്മിക്കാനായിട്ടുള്ളത്. ബാക്കിയുള്ളിടത്തെല്ലാം അതിൻ്റെ പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥലമെടുപ്പും ആരംഭിക്കാൻ പോകുന്നു. ഇതിനകത്ത് ഇഴഞ്ഞതിനകത്ത് നിരവധി കാരണങ്ങളുണ്ട്. അവിടുത്തെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നിരവധി പരാതികളും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വലിയ ലോബി പ്രവർത്തിച്ചു എന്നുള്ളതാണ്, ഇതിനെ അട്ടിമറിക്കാനും ഒക്കെ ആയിട്ട്. ഇതിനകത്ത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, മധ്യകേരളത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കുന്നു. കാരണം ഈ നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങുന്നവർക്ക് ട്രെയിൻ മാർഗം അവിടെ നിന്ന് തന്നെ ഈ കോതമംഗലത്തേക്കും പിന്നെ മൂവാറ്റുപുഴയിലേക്കും തൊടുപുഴയിലേക്കും പൊൻകുന്നത്തേക്കും പോകാനുള്ള സൗകര്യം ആകും. നെടുമ്പാശ്ശേരിയിൽ നിന്ന് തന്നെ ഈ ജില്ലകളിലൊക്കെ ഉള്ളവർ, ഇടുക്കി പിന്നെ ഈ പ്രദേശങ്ങളിലൊക്കെ ഉള്ള ധാരാളം ആൾക്കാർ ഗൾഫ് നാടുകളിൽ മാത്രമല്ല യൂറോപ്യൻ നാടുകളിലും ധാരാളമായിട്ടുണ്ട്. അപ്പോൾ അവർക്കിത് കൂടുതൽ ആയിരിക്കും. അത് നോക്കുമ്പോൾ പിന്നെ ശബരി റെയിൽപാത എന്നിങ്ങനെ കൊടുക്കാം. ഇതിനോടാണ് സർക്കാരിന് കൂടുതൽ താല്പര്യം. പിന്നെ വേറൊരു പാതയുള്ളതെന്ന് പറയുന്നത്, ശബരി റെയിൽപാത എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ശരിയാകണമെന്നുണ്ടെങ്കിൽ ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച് വേറൊരു പാതയുണ്ട്. ചെങ്ങന്നൂരിൽ നിന്ന് പമ്പയിലേക്കൊരു ആകാശപാത. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രീധരൻ മുന്നോട്ട് വെച്ചത്. പക്ഷെ അതിപ്പോൾ അങ്ങ് മരവിപ്പിച്ചിരിക്കുകയാണ്. ചെങ്ങന്നൂരിൽ നിന്ന് ധാരാളം ഈ തീർത്ഥാടകർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ, തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നവർ, ഈ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ധാരാളം ഇതര സംസ്ഥാനക്കാർ വരുന്നത്. ഇനിയും ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ധാരാളം ഭക്തർ ശബരിമലയിലേക്ക് വരാനുള്ള സാധ്യത കൂടുകയാണ്. അപ്പോൾ ഇവരൊക്കെ പ്രധാനമായിട്ടും കേന്ദ്രീകരിക്കുന്നത് ചെങ്ങന്നൂരിൽ വന്നിറങ്ങും. ചെങ്ങന്നൂരിലും കോട്ടയത്തും
കോട്ടയത്ത് വന്നിറങ്ങുന്നവർ അതുവഴി അങ്ങ് എരുമേലിയിലേക്ക് പോയി പേട്ടതുള്ളി പരമ്പരാഗത വഴിയിലൂടെ ശബരിമലയ്ക്ക് പോകും. ഇത് ചെങ്ങന്നൂരിൽ വന്നിറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്യുന്നത്, ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ ആ സമയത്ത് ശബരിമലയുടെ ഒരു പ്രധാന ഹബ്ബായി മാറുകയാണ്. KSRTC അവിടുന്ന് നേരിട്ട് പമ്പയിലേക്ക് ബസ് അനുവദിക്കും. ഓരോ ട്രെയിൻ വരുന്ന സമയത്തും ധാരാളം ബസ്സുകളാണ് പമ്പ ബോർഡ് വെച്ച് കിടക്കുന്നത്. അവിടെ നിന്ന് തീർത്ഥാടന കാലത്ത് 2.5-3 മണിക്കൂർ എടുക്കും പമ്പയിലെത്താൻ. 2.5 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ എടുക്കും. ഈ ആകാശപാത വരുമ്പോൾ വെറും 50 മിനിറ്റ് കൊണ്ട് പമ്പയിലെത്തും. ആലോചിക്കണം, ചെങ്ങന്നൂരിൽ നിന്ന് പമ്പയിൽ 50 മിനിറ്റ് കൊണ്ടെത്തും. ഇപ്പോൾ റോഡ് മാർഗം 2.5 മുതൽ 3 മണിക്കൂർ വരെ എടുക്കുകയാണ്. ഈ ആകാശപാത വരുമ്പോൾ സ്ഥലമെടുപ്പിൻ്റെതായ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ നേരിടുന്നില്ല. ആറന്മുള, കോഴഞ്ചേരി, മാടമൺ, പെരുന്നാട് വഴി പമ്പയിലെത്തുകയാണ്. കാനന ഭംഗി നന്നായിട്ട് ആസ്വദിച്ചു പോകാം. പമ്പയുടെ തീരത്തുകൂടി പോവുകയും ചെയ്യാം. അപ്പോൾ ചോദിക്കും, ഈ തീർത്ഥാടന കാലം കഴിയുമ്പോൾ ഇതിൽ വലിയ നഷ്ടത്തിലല്ലേ എന്ന് ചോദിക്കും. സാമ്പത്തികമായിട്ട് വലിയ ലാഭം ഇതിനകത്ത് ഉണ്ടാകത്തില്ല എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. പക്ഷേ ഇവിടെ കൂടുതൽ പിൽഗ്രീം ടൂറിസം വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതായത് പമ്പ വരെ എന്നും ആർക്കും പോകാം. കാരണം പമ്പയിൽ ക്ഷേത്രങ്ങളുണ്ട്. ഗണപതി ക്ഷേത്രം, ഹനുമാൻ ക്ഷേത്രം, ശ്രീരാമക്ഷേത്രം ഒക്കെ ഉണ്ട്. അവിടെ നിത്യപൂജയുണ്ട്. പമ്പയിൽ വരെ സ്ത്രീകൾക്കും പ്രവേശമുണ്ട്, യുവതികൾക്ക്. അവിടെ വരെ പോകാം. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പറ്റത്തില്ല. അപ്പോൾ നിത്യപൂജയുള്ള ഈ ക്ഷേത്രങ്ങളിലേക്ക് തീർത്ഥാടകർക്ക് എത്തിച്ചേരാം. പിന്നെ അവിടെ പമ്പയിൽ ബലി ദർപ്പണത്തിനുള്ള സൗകര്യവുമുണ്ട്. അപ്പോൾ ഈ കാനന ഭംഗിയൊക്കെ ആസ്വദിച്ചും അങ്ങനെ പോകേണ്ടവർക്ക് അത്തരത്തിലേക്കും പോകാം. ഇനി ഈ പറഞ്ഞതുപോലെ പമ്പയിൽ പോയി ദർശനം നടത്തേണ്ടവർക്ക് ആ രീതിയിലുമാകാം, ബലിതർപ്പണം നടത്തേണ്ടവർക്ക് അത്തരത്തിലുമാകാം. അപ്പോൾ അതിനുവേണ്ടി നിത്യവും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. തുടക്കത്തിൽ ഈ പറഞ്ഞതുപോലെ സാമ്പത്തിക ലാഭത്തിലേക്ക് ഒരിക്കലും പോകത്തില്ല. ഏറെ നാളായിട്ടുള്ള ഈ ഒരു ശബരിപാത ഇപ്പൊ സാർ പറഞ്ഞ രീതിയിലും നമ്മുടെ മെട്രോമാൻ പറഞ്ഞ രീതിയിലും അല്ലാതെയൊക്കെ കേന്ദ്ര സർക്കാരിന്റെ വകയായിട്ടൊക്കെ ഇത്തരത്തിൽ 282 കോടി രൂപ സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അമാന്തം കാണിയത്? ശബരിമലയിലോട്ട് എന്താണ് നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഇത്ര ഒരു വിരോധം? അല്ല, ഈ ശബരിപാതയ്ക്ക് ഇപ്പൊ അവരുടെ ഭരണം തുടങ്ങിയിട്ട് 10 വർഷത്തിലേറെയായി. അല്ലെ, ശബരിപാതയിലെ മുമ്പ് അവിടെ ഒരു വലിയ ലോബി പ്രവർത്തിച്ചിരുന്നു ഇതിനെ അട്ടിമറിക്കുക എന്നുള്ളതാണ്. കാരണം അവിടെ സ്ഥലമെടുപ്പും കാര്യങ്ങളും ലോബി പ്രവർത്തിച്ചിരുന്നെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഒരു പദ്ധതി നടപ്പിലാക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. ഇവിടെ പിന്നെ ഇത് കോൺഗ്രസ് സർക്കാരിന്റെ കാലത്താണ് കേന്ദ്രം ഇത് ബജറ്റിൽ അനുവദിച്ചിരുന്നത്. അത് പിന്നീട് ഇവിടെ കോൺഗ്രസ് ഭരണകാലത്തൊക്കെ തന്നെ ഇത് അട്ടിമറിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്തത്. പിന്നെ അടുത്ത സർക്കാർ വരുമ്പോൾ ഇതിനകത്ത് പിന്നെ ഇത് പൊടി തട്ടി എടുത്ത് വരുന്ന കഴിയുമ്പോഴത്തേക്ക് അവരുടെ കാലാവധി കഴിയുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇത് വലിച്ചു നീട്ടി കൊണ്ടുപോയത് അത്രയും. പിന്നെ ഈ പറഞ്ഞതുപോലെ ശബരിമലയ്ക്ക് ഗുണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെങ്ങന്നൂരിൽ നിന്ന് ഈ ശ്രീധരൻ മുമ്പോട്ട് വെച്ച ആകാശപാതയായിരിക്കും ഉചിതം. ഇതിനും ശബരിപാത എന്ന് കൊടുക്കാം, പക്ഷെ അത് എരുമേലി വരെ മാത്രമേ എത്തുന്നുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇടുക്കി ജില്ലയിലൂടെ നമുക്ക് തന്നെയാണ് കേരളത്തിലെ ഒരുപക്ഷെ സാമ്പത്തികമായിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് നേട്ടം കിട്ടുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് ശബരിമല. അത് നമ്മുടെ സംസ്ഥാനത്തിന് ഒരു മുതൽക്കൂട്ട് കൂടിയാണ്. അപ്പൊ അത്തരത്തിലൊരു വികസനം നടത്തേണ്ടുന്ന ഉത്തരവാദിത്വം വന്നു പോകുന്ന സർക്കാരുകൾക്കൊക്കെ ഇല്ലേ? അതാണ് ഈ ശ്രീധരൻ മുമ്പോട്ട് വെച്ചത്, ഈ ചെങ്ങന്നൂരിൽ നിന്നുള്ള ആകാശപാത. ആ ആകാശപാത വന്നു കഴിഞ്ഞാൽ യാത്ര വളരെ സുഖകരമാക്കാൻ കേന്ദ്രം കുറച്ചുകൂടി പിടിമുറുക്കിയിട്ടുണ്ട്, നടക്കുമെന്ന് പ്രതീക്ഷിക്കാമല്ലോ. അവരിപ്പോൾ ശബരിപാതയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ശ്രീധരൻ മുമ്പോട്ട് വെച്ച ഈ നിർദ്ദേശം അങ്ങനെ മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്നു. പക്ഷേ അത് പൂർണ്ണമായിട്ടും അങ്ങനെ തള്ളിക്കളഞ്ഞിട്ടൊന്നുമില്ല. ഭാവിയിൽ അതും വരാം.